ശ്രീ ടി ജി മോഹൻദാസിനെ അനുകൂലിക്കുന്നത് വളരെ അപകടം പിടിച്ച പണിയാണ്. കാരണം പ്രബുദ്ധ കേരളത്തിന്റെ കണ്ണിൽ ടി ജി സാർ ഇന്ന് വെറുമൊരു ചാണകസംഖ്യ മാത്രമല്ല, സദാചാര ശൂന്യനായിട്ടുള്ള കൊടും സ്ത്രീ വിരുദ്ധനുമാണ്. നമ്മുടെ ഈ അരക്കൽ സ്ത്രീ എച്ചിമാർ അരാജക വാഴ്ച നടത്തുന്ന നാരീ കേരളത്തിൽ ടി ജി പക്ഷക്കാരനാവുക എന്നത് എന്തുകൊണ്ടും വളരെ 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 അപകടം പിടിച്ച പണി തന്നെയാണ് എന്ന് പറയുന്ന ഉത്തമ വിശ്വാസത്തോടുകൂടി അത് അറിഞ്ഞു വെച്ചുകൊണ്ട് തന്നെ ഞാൻ അപകടത്തിലേക്ക് എടുത്തു ചാടുകയാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ശ്രീ ടി ജി മോഹൻദാസിനൊപ്പമാണ് ഈ പോങ്ങൻ നിലകൊള്ളുന്നതെന്നാണ് പറഞ്ഞത്. ടി ജി സാറിനെ തള്ളിപ്പറയാൻ മാത്രമുള്ള കാപട്യം എനിക്കില്ല. അപകടത്തിൽപ്പെടാതിരിക്കാൻ കപടൻ ആകണമെന്നാണ് എങ്കിൽ പോങ്ങന് അപകടത്തിൽപ്പെടുന്നതാണ് കേട്ടോ ഇഷ്ടം. കപടനായി ജീവിക്കാൻ എനിക്ക് ഒട്ടും തന്നെ സൗകര്യമില്ല. ഒരു കാര്യം കൂടി പറയാം, തെറ്റിദ്ധാരണ അത്രത്തോളമെങ്കിലും ഒഴിവാക്കാൻ സാധിക്കുമെന്ന് പറയുന്ന വിചാരത്തോടുകൂടി ഒരു കാര്യം പറയാം. അതായത് ഈ പോങ്ങൻ ടി ജിക്കൊപ്പമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ടി ജിയുടെ എല്ലാ അഭിപ്രായങ്ങളോടും ഈ പോങ്ങന് യോജിപ്പാണ് ഉള്ളതെന്നർത്ഥം ആ പറഞ്ഞതിനില്ല കേട്ടോ. ടി ജിയുടെ എല്ലാ അഭിപ്രായങ്ങളോടും പോങ്ങന് യോജിപ്പുണ്ട് എന്ന് വന്നു കഴിഞ്ഞാൽ ടി ജിയും പോങ്ങനും ഒരേ ബുദ്ധി പങ്കിടുന്നവരാണ് എന്ന് പറയുന്ന ഒരു ധാരണ സമൂഹത്തിൽ തീർച്ചയായിട്ടും പരക്കുമല്ലോ, അല്ലേ? അതുകൊണ്ട് തന്നെ അതിബുദ്ധിമാനായിട്ടുള്ള നമ്മുടെ ടി ജി സാർ വളരെ തന്ത്രപൂർവ്വം ഈ പോങ്ങന് യോജിക്കാൻ പറ്റാത്തതായിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങളും ഇടയ്ക്കിടെ തട്ടാറുണ്ട്. കാരണം അങ്ങനെ തട്ടിയില്ല എന്നുണ്ടെങ്കിൽ ടി ജിയും പോങ്ങനുമൊക്കെ ഒന്നാണ്, ഒരേ ബുദ്ധിക്കാരാണ് എന്ന് പറയുന്ന ഒരു വിചാരം സമൂഹത്തിൽ പരക്കും. അത് തീർച്ചയായിട്ടും ടി ജി സാർ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ആയിരിക്കും എനിക്ക് വിയോജിപ്പുള്ള കാര്യങ്ങളും അദ്ദേഹം ആത്മാർത്ഥമായിട്ട് പറയുന്നുണ്ട്. ഇനിയിപ്പോ പാറ്റ വിഷയത്തിൽ പോങ്ങൻ ടി ജിയോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ചോദ്യമെങ്കിൽ CJP വിഷയത്തിൽ ടി ജി പാറ്റകൾക്ക് നേരെ നാക്കുകൊണ്ട് ഏതാനും റൗണ്ട് വെടി പൊട്ടിച്ചല്ലോ. അതോടെ സാമൂഹ്യ സാംസ്കാരിക രാഷ്ട്രീയ ചലച്ചിത്ര പ്രബുദ്ധ ഹരിത നവനാരീപക്ഷ കേരളം ടി ജിക്ക് നേരെ തിരിഞ്ഞു. അതിൽ അസ്വാഭാവികമായി ഒന്നും തന്നെ ഈ പോങ്ങൻ കാണുന്നില്ല. കാരണം പേളിമാണി പറയുന്നത് മനസ്സിലാക്കാനുള്ള സൈദ്ധാന്തിക ത്രാണി പോലും മണ്ടയിലില്ലാത്ത പ്രബുദ്ധർക്ക് ടി ജി പറയാതെ പറയുന്നത് എങ്ങനെ മനസ്സിലാക്കാൻ കഴിയും? പേളിമാണിയെ പിടികിട്ടുന്നില്ല, പിന്നെയാണോ ടി ജി മോഹൻദാസിനെ പിടികിട്ടുക? അദ്ദേഹം പറയുന്നത് പിടികിട്ടുക, അദ്ദേഹത്തിന്റെ ഉള്ളു പിടികിട്ടുക? നമ്മുടെ സുരേഷ് ഗോപിയുടെ മകൻ മാധവ് സുരേഷ് ആണെങ്കിൽ ടി ജിയെ ഏതോ മൃഗത്തോടോ മറ്റോ ഉപമിച്ചതായിട്ടും കണ്ടു കേട്ടോ. ഏത് സുരേഷ് ഗോപിയുടെ മകനായിട്ട് പോലും അദ്ദേഹത്തിന്റെ ഉള്ളിലും ഇങ്ങനൊരു ചിന്ത വന്നിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഈ നാട്ടിലുള്ള സാധാരണ പ്രബുദ്ധർ പെറ്റ ആളുകൾക്ക് എന്തു തോന്നാനാണ്? സത്യത്തിൽ മാധവിന്റെ അച്ഛനായിട്ടുള്ള നമ്മുടെ സുരേഷ് ഗോപി പെറ്റമ്മയുടെ അമ്മിഞ്ഞപ്പാൽ കൂടി നിർത്തുന്നതിന് മുന്നേ സംഖ്യയായിട്ടുള്ളവനാവാം കേട്ടോ ടി ജി സാർ. അത്ര ചെറുപ്പത്തിലെ സംഖ്യയായവനാണ്, സംഖ്യയായി ജീവിച്ചുകൊണ്ടിരിക്കുന്നവനാണ്, സംഖ്യയായി ഇനിയും ജീവിക്കാനിരിക്കുന്നവനാണ്. അങ്ങനെയുള്ള ടി ജിയെയാണ് മടി കൂടാതെ മൃഗമെന്നും മറ്റും നമ്മുടെ മാധവ് സുരേഷ് വിശേഷിപ്പിച്ചു കളഞ്ഞത്. എത്ര ഗതികേടിന്റെ പുറത്തായിട്ടായാലും, സമൂഹത്തിന്റെ കണ്ണിൽ പൊടിയിടാനായിട്ടായാലും, അതല്ലെങ്കിൽ അത്തരം ആളുകൾക്ക് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് പറയുന്ന ഒരു തോന്നലിന്റെ പുറത്തായിട്ടായാലും, കാരണം പേളിമാണിക്ക് പോലും കാവ്യാണ് ഇഷ്ടമെന്ന് ചുമ്മാ പറഞ്ഞതാണെങ്കിൽ പോലും അത് എത്രയും വേഗം തിരുത്തേണ്ടതായിട്ടുള്ള സാഹചര്യം വന്നുപോയി, അല്ലേ? അപ്പോൾ മാധവ് സുരേഷിന് സുരേഷ് ഗോപിയുടെ മകനായി ജീവിക്കാൻ സാധിക്കില്ല. സുരേഷ് ഗോപിയുടെ മകനായതുകൊണ്ട് മാത്രം എനിക്ക് സിനിമയിൽ അവസരങ്ങൾ ലഭിക്കില്ല, എന്റെ അതിജീവനം മുട്ടുമെന്ന് പറയുന്ന ഒരു സാമൂഹിക സാഹചര്യം നിലനിൽക്കുന്നു എന്ന് മനസ്സിലാക്കിയിട്ട് പറയുന്നതാണെങ്കിൽ പോലും ടി ജിയെ പോലൊരു മനുഷ്യൻ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു മാധവ് സുരേഷ്. എന്തായാലും ഒരു ഇടത് നേതാവിന്റെ പരാതിയിൽ ടി ജിക്കെതിരെ തിരുവനന്തപുരം സൈബർ പോലീസ് കേസെടുത്തിട്ടുണ്ടെന്നുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. നിയമത്തിന്റെ വഴിയെ പോകുന്ന നാടായതിനാൽ കേസെടുപ്പും ഒക്കെ അതിന്റെ വഴിയെ നടന്നോളും. ടി ജി ആണെങ്കിൽ എഞ്ചിനീയർ മാത്രമല്ല, നിയമപരിജ്ഞാനം വളരെ നല്ലോണമുള്ള വ്യക്തി കൂടിയാണ്. സ്വാഭാവികമായും ഈ കേസ് വേണ്ട വിധം കൈകാര്യം ചെയ്യാൻ അദ്ദേഹത്തിന് സാധിക്കുമെന്നുള്ള കാര്യത്തിൽ പോങ്ങന് യാതൊരു സംശയവുമില്ല. ആരൊക്കെ എതിർത്താലും, ആരെല്ലാം പിന്തുണയ്ക്കാതിരുന്നാലും, ആരെല്ലാം അവഗണിച്ചാലും, ആരെല്ലാം തള്ളിപ്പറഞ്ഞാലും ടി ജി സാർ അതിനെ ഭംഗിയായിട്ട് അതിജീവിക്കുമെന്ന് പറയുന്ന ഒരു ബോധ്യം, വിശ്വാസം ഞാൻ വെച്ച് പുലർത്തുന്നുണ്ട്. ഇനിയിപ്പോൾ പാറ്റ വിഷയത്തിൽ പോങ്ങൻ ടി ജിയോട് യോജിക്കുന്നുണ്ടോ എന്ന് പറയുന്ന ഒരു ചോദ്യം വീണ്ടും എടുത്ത് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഭാഗികമായി യോജിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ ഉത്തരം. ഭാഗികമായി യോജിക്കുന്നുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ പോങ്ങനെ യോജിപ്പുള്ളത് ടി ജിയുടെ ഉദ്ദേശശുദ്ധിയോടാണ്. അദ്ദേഹത്തിന്റെ ഉദ്ദേശശുദ്ധിയോടാണ് എനിക്ക് ഏറ്റവും അധികം യോജിപ്പുള്ളത്. അദ്ദേഹത്തിന്റെ ആത്മാർത്ഥതയ്ക്കും ദേശക്കൂറിനുമാണ് സത്യമായിട്ടും പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ പിന്തുണ. നഷ്ടഭയം കൂടാതെ അദ്ദേഹം നടത്തുന്ന ഇടപെടലുകളോടുള്ള മതിപ്പാണ് എന്നെ ടി ജി പക്ഷത്ത് ഇങ്ങനെ അങ്ങോട്ടേക്ക് ഉറച്ച് നിർത്തുന്നത്. അല്ലാതെ താൻ ഇന്ത്യൻ പ്രധാനമന്ത്രി ആയിരുന്നുവെങ്കിൽ ജന്തർ മന്ദറിൽ വിദ്യാർത്ഥികളായി അഭിനയിച്ചു വന്നവർക്ക് നേരെ വെടികൊടുക്കുമായിരുന്നു എന്ന് ടി ജി പറയുന്നതിനോട് യോജിക്കുകയോ വിയോജിക്കുകയോ ചെയ്തിട്ട് കാര്യം എന്തായിരിക്കുന്നത്?
എന്ത് കാര്യമാണ് അദ്ദേഹത്തിൻ്റെ അമർഷം, അദ്ദേഹത്തിൻ്റെ ആ ഒരു ദേശക്കൂറ്, ഇപ്പോഴത്തെ സാഹചര്യത്തോടുള്ള അല്ലെങ്കിൽ ആ സാഹചര്യം അവസാനിപ്പിച്ച വിധത്തോടുള്ള വിയോജിപ്പ് എല്ലാം കൊണ്ടും അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ഒരല്പം അമർഷ ബുദ്ധിയോടുകൂടി കാര്യങ്ങൾ പറഞ്ഞു എന്നുള്ളതല്ലാതെ അതിൽ അത്രയ്ക്കും ഗൗരവം കൊടുക്കേണ്ട കാര്യമുണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. TG പ്രധാനമന്ത്രിയല്ല, ആയിരുന്നെങ്കിൽ ഞാൻ അത് ചെയ്യുമായിരുന്നു എന്ന് പറഞ്ഞാൽ അതിലെന്ത് പ്രസക്തിയാണ് ഇരിക്കുന്നത്? ആയിരുന്നുവെങ്കിൽ ഞാനത് ചെയ്യുമായിരുന്നു, അല്ലല്ലോ. ഒരു പക്ഷേ TGക്ക് ഇങ്ങനെയുള്ള ഒരു സ്വഭാവം ഉള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹത്തിന് പ്രധാനമന്ത്രി ആവാൻ കഴിയാതെ പോയതെന്ന് ആശ്വസിച്ചാൽ പോരെ. ഈ കിളവനെങ്ങാനും പ്രധാനമന്ത്രി ആയിരുന്നെങ്കിൽ ഇപ്പം ജന്തർ മന്ത്രർ മുഴുവൻ ശവങ്ങൾ വീണ് നിറയുമായിരുന്നല്ലോ എന്ന് വേണമെങ്കിൽ നമുക്ക് അങ്ങനെ ഒന്ന് ആശ്വസിച്ച് കളഞ്ഞാൽ പോരെ. ആ അഭിപ്രായം TGയുടെ ഉന്മൂലനാസക്തിയുടെ ലക്ഷണമായിട്ട് കരുതേണ്ട കാര്യമുണ്ടോ? എന്തെല്ലാം കാര്യങ്ങൾ, ഇതുപോലുള്ള കാര്യങ്ങൾ ഇവിടെ പറഞ്ഞു. പാറ്റകളുടെ കാര്യം വിട്ടേക്കൂ, TG പാറ്റകൾക്ക് നേരെയാണല്ലോ വാക്കുകൊണ്ട് വെട്ടിവെച്ചത്. നമ്മുടെ ഇന്ത്യൻ പ്രധാനമന്ത്രിയെ വെടികൊടുത്ത് കാലപുരിക്ക് വിടുമെന്ന് പച്ചമലയാളത്തിൽ പറഞ്ഞ ഒരു സ്ത്രീയെ നമ്മൾ കണ്ടില്ലേ ഈ നവമാധ്യമങ്ങളിൽ? പോലീസുകാരുടെ തല തല്ലിപ്പൊളിക്കണമെന്നും പാർലമെന്റ് കെട്ടിടം തകർക്കണമെന്നും ഒരു ഹരിത കേരളീയ സമാധാന പ്രിയൻ പറഞ്ഞത് നമ്മൾ കേട്ടില്ലേ? ഒരു മഞ്ഞ കണ്ണടയൊക്കെ വെച്ചുകൊണ്ട് ഒരുത്തൻ. പിന്നീട് അവൻ ക്ഷമ പറഞ്ഞു, ആ പെണ്ണും പിള്ള ക്ഷമ പറഞ്ഞു. അവർക്കെതിരെ സമൂഹം ഇളകിയോ? സിനിമാക്കാർ ആക്രോശിച്ച് ചാടിയോ? മാധവ് സുരേഷ് അവറ്റകളെ മൃഗങ്ങളാക്കിയോ? അഞ്ജലി മേനോന് അവർ അറപ്പ് പകർന്നു? ഭാഗ്യലക്ഷ്മിയെ മോഹാത്സ്യവും പരവേശവും പിടികൂടിയോ? ഒരു പുല്ലുമില്ല, ഒരു കോപം സംഭവിച്ചില്ല. എല്ലാവരും വായിൽ പുഴുങ്ങിയ ഏത്തപ്പഴവും ഇട്ട് അങ്ങനെ അങ്ങ് മിണ്ടാതിരുന്നു. TG വായ തുറക്കുന്നത് വരെ. പ്രധാനമന്ത്രിയെ വെടികൊടുത്ത് പരലോകത്ത് വിടുമെന്ന് പറഞ്ഞവർക്കെതിരെ യാതൊരു പ്രതിഷേധവും ഉണ്ടായില്ല. എന്നാൽ 71കാരനായിട്ടുള്ള TG വാക്കുകൾ കൊണ്ട് പാറ്റകൾക്ക് നേരെ വെടികൊടുത്തത് ഹരിത കേരളീയർക്ക് തീരെ സഹിക്കുന്നില്ല. പ്രധാനമന്ത്രി ഇല്ലാതാവേണ്ടവനാണ്, എന്നാൽ പാറ്റകൾക്ക് യാതൊരു പരിക്കും പറ്റാൻ പാടില്ല. എന്ത് കഷ്ടമാണെന്ന് ആലോചിച്ച് നോക്കണം. അതിലൊന്നും പക്ഷേ ഈ പോകാൻ അതിശയമില്ല കേട്ടോ, ഒട്ടും തന്നെ അതിശയമില്ല. കാരണം ഇരട്ടത്താപ്പ്, താത സൗലഭ്യം, ഇതൊക്കെ പ്രബുദ്ധ മലയാളികളുടെ സഹജ സ്വഭാവം മാത്രമാണ്. അതെനിക്ക് വളരെ നന്നായിട്ട് അറിയാം. അതുകൊണ്ട് എനിക്ക് അത്ഭുതമൊന്നുമില്ല ഇതിനകത്ത്. പിന്നെ ബലാത്സംഗം, നാരീപക്ഷ കേരളത്തെ ഏറ്റവും അധികം പ്രകോപിപ്പിച്ചത് പാറ്റാ സമരത്തിൽ പങ്കെടുക്കുന്ന സ്ത്രീകളിൽ ബലാത്സംഗത്തെ ഇഷ്ടപ്പെടുന്നവരുമുണ്ട് എന്ന് പറയുന്ന TGയുടെ പ്രസ്താവനയാണെന്നാണ് പോകാൻ മനസ്സിലാക്കുന്നത്. ബലാത്സംഗ കർമ്മങ്ങളിൽ നാളിതുവരെ മുഴുകാത്തവൻ എന്ന നിലയിൽ എനിക്കതിൽ അഭിപ്രായമില്ല കേട്ടോ. റേപ്പിതനാവാനുള്ള അവസരവും എനിക്ക് ലഭിച്ചിട്ടില്ല, ഭാഗ്യം. എന്തായാലും TGയുടെ ഭാഗത്തു നിന്ന് സംഭവിച്ച ഒരു അബദ്ധമാണ് അദ്ദേഹത്തിന്റെ ആ ബലാത്സംഗ പരാമർശം എന്ന് പറയുന്നൊരു അഭിപ്രായമാണ് എനിക്കുള്ളത്. അവനവൻ അറിവില്ലാത്ത കാര്യങ്ങളിൽ ആധികാരികമായിട്ടുള്ള അഭിപ്രായം ആരായാലും അത് പറയരുത് എന്ന് പറയുന്ന പക്ഷമാണ് എനിക്കുള്ളത്. ബലാത്സംഗത്തിൽ മതിയായിട്ടുള്ള അനുഭവ സമ്പത്തുള്ള ആളാണ് TG എന്ന് പറയുന്ന ഒരു അഭിപ്രായം എനിക്കില്ല. ഉഭയസമ്മതത്തിലല്ലാതെ ആയ കാലത്ത് പോലും ആത്മാർത്ഥമായി ഒന്ന് ബലാത്സംഗിക്കാനുള്ള കായിക ശക്തി നമ്മുടെ TGക്ക് ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുമില്ല. ഒരിക്കൽ പോലും ബലാത്സംഗം ചെയ്യാത്ത, ഒരു തവണ പോലും ബലാത്സംഗത്തിന് ഇരപ്പെടാത്ത TG ആ വിഷയത്തിൽ അഭിപ്രായം പറഞ്ഞത് തീർച്ചയായിട്ടും അബദ്ധമായി പോയി. അപരാധം എന്ന് പക്ഷെ ഞാൻ പറയില്ല കേട്ടോ, അപരാധം എന്ന് പറയില്ല. കാരണം ഫക്ക് മീ എന്ന് പറയുന്ന ബോർഡ് ഉയർത്തിപ്പിടിച്ച് നിൽക്കുന്ന പെൺപാറ്റകളെയും അതുപോലെ തന്നെ ജന്തർ മന്ത്രിൽ കാണപ്പെട്ട നിരോധന ഉറകളുടെ സാന്നിധ്യവും ഒക്കെ കണ്ട TG വളരെ ആശയക്കുഴപ്പത്തിലായി പോവാനുള്ള സാധ്യതയാണ് പോകാൻ കാണുന്നത്. നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെ വിഷയമായി എടുത്തുകൊണ്ട് ആത്മഹത്യ ചെയ്ത വിദ്യാർത്ഥികൾക്ക് നീതി നൽകാൻ എന്ന് പറയുന്ന അവകാശവാദത്തോടെ സംഘടിപ്പിക്കുന്ന ഒരു സമരത്തിൽ ഫക്ക് മീ ബോർഡ്, കോണ്ടം എന്നിവയൊക്കെ എന്തിനാണ് എന്ന് അദ്ദേഹത്തിന് തോന്നിപ്പോയിട്ടുണ്ടാവാം. 70 കൊല്ലം ഈ ലോകത്ത് ജീവിച്ച മനുഷ്യൻ ആദ്യമായിട്ടാവാം ഒരു സ്ത്രീ എന്നെ ഫക്കു എന്ന് പറഞ്ഞുകൊണ്ട് ബോർഡും ഉയർത്തിപ്പിടിച്ച് അങ്ങനെ അങ്ങോട്ടേക്ക് നിൽക്കുന്നതായി കാണുന്നത്. ആൾക്കൂട്ടത്തിനിടയിലെ സമരസ്ഥലത്ത് കോണ്ടം ചിത്രക്കിടക്കുന്ന കാഴ്ച കൂടി കണ്ടപ്പോൾ നമ്മുടെ TG സാർ അന്തിച്ചു പോയിരിക്കാം.
അദ്ദേഹത്തിന്റെ വാർദ്ധക്യം വല്ലാതെ കണ്ട് പരിഭ്രമിച്ചു പോയിരിക്കാം. മാത്രമല്ല അരക്കൽ സ്ത്രീ യച്ചി എന്ന് പറയുന്ന ഒരു മാന്യ മഹിളയാണല്ലോ നമ്മുടെ പ്രബുദ്ധ കേരളം ഏറ്റവും പുരോഗമന ബുദ്ധയും പരിഷ്കൃത ചിത്തയുമായിട്ടുള്ള സ്ത്രീരത്നമായി ആഘോഷിച്ചു കൊണ്ടിരിക്കുന്നത്. ഏതെങ്കിലും ഒരു പുരുഷനെ കിട്ടിയാൽ മതി എന്ന് തോന്നിപ്പിക്കുന്നത്ര കാമവിശപ്പാണ് ഓവുലേഷൻ സമയത്ത് പെണ്ണുങ്ങൾക്കുണ്ടാവുന്നതെന്ന് ആ അരക്കൽ സ്ത്രീ യച്ചി പറഞ്ഞത് കഴിഞ്ഞ ദിവസം കേരളം വളരെയേറെ ആഘോഷിച്ചു ഇല്ലേ? ഇതൊക്കെ കണ്ടും കേട്ടും കഴിയേണ്ടി വരുന്ന ഒരു പുരാതന കേരളീയന് അല്ലെങ്കിൽ നമ്മുടെ TG സാറിന് അത്തരമൊരു ചിന്ത ഉണ്ടായിപ്പോയാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? ഒരുത്തി അങ്ങനെ നിൽക്കുകയാണ് ഫഗ്മി എന്ന് പറഞ്ഞ ബോർഡും വെച്ച്. നോക്കുമ്പോൾ ജന്തർ മന്ദറിന്റെ വശങ്ങളിൽ മുഴുവൻ കോണ്ടങ്ങൾ, ആളുകളെ മറയാക്കിക്കൊണ്ട് ജൻസി കുട്ടികൾ ഭോഗസമരത്തിൽ ഏർപ്പെടുകയാണ് എന്ന് ആരെങ്കിലും ധരിച്ചു പോയാൽ എങ്ങനെ കുറ്റം പറയാൻ പറ്റും? സത്യത്തിൽ TG അങ്ങനെ പറഞ്ഞതല്ല. TGയെ കൊണ്ട് ഡിജിറ്റൽ യുഗ നിവാസികളായിട്ടുള്ള നമ്മളൊക്കെ ചേർന്ന് അങ്ങനെ പറയിപ്പിച്ചതാണ് എന്ന് പറയുന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. അല്ലെങ്കിൽ ഒരു 71 വയസ്സുള്ള മനുഷ്യന് അങ്ങനെ പറയാൻ പറ്റില്ല. അദ്ദേഹം ഒരു ആഭാസനായ വ്യക്തിയല്ല. അദ്ദേഹത്തിന് ഡിജിറ്റൽ കേരളം പകർന്നു കൊടുത്തത് അങ്ങനാണ്. ആ ചിന്തയാണ് അദ്ദേഹത്തിന്റെ ഉള്ളിലേക്ക് ഉണ്ടാക്കി കൊടുത്തത്. അല്ലെങ്കിൽ ജെൻസി തലമുറ അദ്ദേഹത്തെ പോലുള്ള മനുഷ്യരിൽ നിക്ഷേപിക്കുന്നത് ഇത്തരം ചിന്തകളാണ്. അതിലെങ്ങനെ കുറ്റം പറയാൻ പറ്റുക? അല്ലേ? നമ്മളാണ് അദ്ദേഹത്തെ കൊണ്ടത് പറയിപ്പിച്ചത്. അതല്ലേ സത്യം? ഒരു നിമിഷം. അല്ലെങ്കിൽ ഈ സംസാരം വാസ്തവത്തിൽ നമ്മൾ ഇവിടെ അങ്ങോട്ടേക്ക് അവസാനിപ്പിക്കുന്നില്ല, തൽക്കാലം നിർത്തുകയാണ്. കാരണം അഖിൽമാരാരുടെ ഒരു പ്രയോഗം, അതുപോലെ തന്നെ RSS എടുത്തിട്ടുള്ള ഈ വിഷയത്തിൽ എടുത്തിട്ടുള്ള സമീപനം എന്നിവയെ മുൻനിർത്തിക്കൊണ്ട് ഈ വിഷയത്തിൽ അല്പം കൂടി കാര്യങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ എനിക്ക് സമർപ്പിക്കാനുണ്ട് എന്നുള്ള ഒരു തോന്നലാണ് ഉള്ളിൻ്റെ ഉള്ളിൽ കിടക്കുന്നത്. പക്ഷെ ഞാൻ അതിനിയും പറയാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ വീണ്ടും നീണ്ടുപോകും. ഇന്നലത്തെ നമ്മളുടെ പേളിമാണിയുടെ വിഷയം എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും 20 മിനിറ്റോളം ആ വീഡിയോയ്ക്ക് ദൈർഘ്യം വന്നപ്പോൾ അഭ്യുദയകാംക്ഷികളായിട്ടുള്ള പോങ്ങ പ്രേക്ഷകരിൽ ചിലർ അത്രയും നീട്ടേണ്ടതില്ല എന്നുള്ളൊരു അഭിപ്രായം പറഞ്ഞപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ ഇനി ഈ RSSന്റെ ഈ വിഷയത്തിലുള്ള ഒരു നിലപാടും അതുപോലെ തന്നെ നമ്മുടെ അഖിൽമാരാർ അദ്ദേഹം പറഞ്ഞിട്ടുള്ള ഒരു പ്രയോഗത്തെയും കൂടി ചേർത്ത് വെച്ചുകൊണ്ട് കുറച്ച് കാര്യങ്ങൾ കൂടി പറയുമ്പോൾ സ്വാഭാവികമായിട്ട് ഈ സംസാരം ഒരല്പം കൂടി നീണ്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ ആ വിഷയം കുറച്ചുകൂടി ഗൗരവത്തോടു കൂടി ആത്മാർത്ഥമായി പറയേണ്ടതാണ് എന്നുള്ളത് കൊണ്ട് ഞാനത് നാളെ പറഞ്ഞോളാം. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം, അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരോടും സ്നേഹം. തീർച്ചയായിട്ടും ഒരിക്കൽ കൂടി പറയുന്നു, നമുക്കെല്ലാം നല്ലത് വരട്ടെ, നമുക്കെല്ലാം നല്ലത് മാത്രം വരട്ടെ.